ഹായ് മക്കളെ, അപ്പം അടുത്ത ടോപ്പിക്ക് ഏതാടാ? സോൾവിങ് ഫോർ എക്സ് ആണ് വരുന്നത്. ഞാൻ ഈ ടോപ്പിക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇതുവരെയുള്ളതൊക്കെ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാനിത് പഠിപ്പിക്കാൻ പോകുന്നത്. എന്ന് മാത്രമല്ല, ഞാനൊക്കെ സാധാരണ ഞങ്ങളൊക്കെ പറയാറുള്ളത് വെച്ചാൽ ഈ എക്സ് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് ജീവിതം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്കൊരു അക്കാഡമിക് കരിയർ ഇല്ല എന്ന് നമ്മൾ പറയാം. കാരണം എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് എന്തുണ്ടാവും, എക്സ് +1-ലും +2-ലും പിന്നെ എന്താണ് അത് കഴിഞ്ഞ് PSC എവിടെയാണെങ്കിലും എക്സ് കണ്ടുപിടിക്കൽ അറിയണം. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, അടുത്ത ഒരു 20 മിനിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 20 മിനിറ്റിനുള്ളിൽ എക്സ് നമ്മൾ എന്ത് ചെയ്യും, സെറ്റാക്കുന്നതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, വേഗം തുടങ്ങാം അല്ലേ. ഫസ്റ്റ് എന്താണ് ഒരു ഇക്വേഷൻ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇക്വേഷൻ അഥവാ സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? അത് വളരെ സിമ്പിളാണ് കേട്ടോ. അതായത് 4x + 3 എന്നത് എന്താണ്, ഒരു ഇക്വേഷൻ ആണോ? 4x + 3 എന്നുള്ളൊരു ഇക്വേഷൻ ആണോ? അല്ല. കാരണം എന്താ, ഒരു ഇക്വേഷൻ ആവണമെങ്കിൽ എന്ത് വേണം, അതൊരു ഈക്വൽ ടു സൈനും വേണം. ഇത് =0, =5, =10, x എന്താണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഇക്വേഷൻ ആവണമെങ്കിൽ നമുക്ക് ആര് വേണം, ഒരു ഈക്വൽ ടു സൈന് വേണം. അതെന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോഴാണ് ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളൊന്ന് ആലോചിക്കും. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഈ ഇക്വേഷനിൽ എക്സിന് എന്ത് വാല്യൂ കൊടുത്താലാണ് ഈ 4x + 3 = 5 ആവുക എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം. ആ വാല്യൂക്കാണ് എന്ത്, എക്സിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ഇതിന് ഇക്വേഷൻ്റെ സൊല്യൂഷൻ, റൂട്ട് എന്നൊക്കെ, പരിഹാരം എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു ഇക്വേഷനിൽ ഈ എക്സ് സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ 4x + 3 = 5 ആവുക എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. അപ്പോൾ എക്സിന് ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, ഈ ഇക്വേഷൻ്റെ ഇടതുഭാഗവും വലതുഭാഗവും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആൻഡ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു ഇക്വേഷനെ നിങ്ങൾക്ക് എന്തുമായിട്ട് കമ്പയർ ചെയ്യാം? ഈ സാധനം, ഇതിനെന്താ തുലാസ് എന്നാണ് മലയാളത്തിൽ, ഇപ്പോൾ വെയ് ബാലൻസ് എന്നൊക്കെ പറയും. മിക്കവാറും നിങ്ങൾ ആരും ഇത് കണ്ടിട്ടേ ഉണ്ടാവില്ല. കാരണം എന്താ, നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ്, ഇലക്ട്രോണിക് സാധനമാണ് എല്ലാ മെഷർ. എന്താ, നമ്മളെ മീൻ കൊണ്ടുവരുന്ന ആളെടുത്ത് അടക്കം എന്താണ് ഇപ്പോൾ ആ സാധനമല്ലേ വരുന്നത്. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. എന്താണ്, വേയ് ബ്രിഡ്ജ്. ഇതും ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, തൂക്കക്കല്ല് 1 കിലോ വെക്കും, ഈ സൈഡിൽ 1 കിലോ പഞ്ചസാര വെക്കും. എന്നിട്ട് ഇതിങ്ങനെ സെൻറ്ററിൽ നിൽക്കുകയാണെങ്കിൽ ഓക്കെ 1 കിലോനായി എന്നാണ് നമ്മൾ പറയാം. ഇവിടെ എന്തെങ്കിലും കുറച്ച് കൂടുതൽ ഇട്ടാൽ ഇത് ഈ സൈഡിൽ പോകും, ഇത് എന്തെങ്കിലും ഇങ്ങോട്ട് കൂടുതൽ ഇട്ടാൽ എന്താണ്, ഈ സൈഡിലേക്ക് പോകുന്നുള്ളത്. ഇതിനാണ് നമ്മൾ തുലാസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, പാരൻസിനോടൊന്ന് ചോദിക്കണം ഇതെന്താ സംഭവം അമ്മ എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. അപ്പം ഈ ഒരു തുലാസുമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ കണക്കാക്കേണ്ടത്. അതായത് ഈ ഒരു തുലാസിൽ നമ്മൾ ഇവിടെ എന്താണ് 5 കിലോ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉറപ്പായിട്ടും 5 കിലോ കൂട്ടിയാൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുക. ഓക്കെ, അപ്പം ഇതേ കൺസെപ്റ്റ്. അല്ലെങ്കിൽ എന്താണ്, ഇവിടുന്ന് ഒരു 3 കിലോ നമ്മളങ്ങ് പുറത്തേക്ക് എടുത്തു, അപ്പോൾ ഭൂം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഏത് സൈഡാണ് പൊങ്ങുക, ഈ സൈഡ്, കനം കുറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പം അത് ബാലൻസ് ചെയ്യണം. ഇവിടുന്ന് എന്ത് ചെയ്യണം, ഒരു 3 കിലോ നമ്മൾ പുറത്തേക്ക് എടുക്കണം. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യണമെങ്കിലും എന്താണ്, ഒരു ഇക്വേഷൻ്റെ 2 സൈഡിൽ നിന്നും ഒരേ സംഭവം നമ്മൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ഒരേ സാധനമാണെങ്കിൽ ആ ഇക്വേഷൻ എന്ത് ചെയ്യില്ല, ഒരു മാറ്റവും വരില്ല. ഈ ബാലൻസ് ചെയ്തതുപോലെ തന്നെ എന്ത് സംഭവിക്കും, ആ ഇക്വേഷനും അതേപോലെ നിൽക്കുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പം നമ്മളെന്താണ്, x + 5 = 8 എന്നുള്ള നമ്മളൊരു ഇക്വേഷനാണ്. ഇതിൻ്റെ വാല്യൂ ഒക്കെ, സൊല്യൂഷൻ എക്സിൻ്റെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ ഈ ഇക്വേഷനിൽ നമുക്ക് 2 സൈഡിലും, അതായത് ഈ x + 5ൻ്റെ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15 നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ അന്നേരം എന്തുണ്ടാകണം, ഈ =8ൻ്റെ ഭാഗത്തും 8ൻ്റെ ഭാഗത്തും എന്തുണ്ടായാൽ മതി, നമ്മളൊരു 15 അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഈ ഇക്വേഷനും സെയിം ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ഇങ്ങോട്ടേക്ക് ചെയ്യുമ്പോൾ x + 5 + 15 എന്ന് പറയുമ്പോൾ x + 20 = എന്താണ്, 8 + 15 എന്ന് പറഞ്ഞാൽ 23 കിട്ടും. അതായത് ഈ ഇക്വേഷനിലെയും എന്തായിരിക്കും, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. കാരണം നമ്മൾ 2 സൈഡിലും ഒരേ നമ്പർ കൊണ്ടാണ് ആഡ് ചെയ്തത്. അതെന്താണ്, നമ്പർ മാറുമോ, അല്ലെങ്കിൽ ഒരു സൈഡിൽ ആഡ് ചെയ്യാൻ വേറെ ഒരു സൈഡിൽ സബ്ട്രാക്ട് ഒക്കെ ചെയ്താൽ എന്താ, ആ ഇക്വേഷൻ ബാലൻസ് തെറ്റും. ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ നമ്പർ കൊണ്ട് നമുക്ക് ആഡോ അല്ലെങ്കിൽ എന്താണ്, ഒരേ നമ്പർ കൊണ്ട് നമുക്ക് സബ്ട്രാക്റ്റോ ചെയ്യാം, മൾട്ടിപ്ലൈയും ചെയ്യാം. ഗുണിച്ചാലും കുഴപ്പമില്ല, ഹരിച്ചാലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഒരേ നമ്പർ കൊണ്ട്
രണ്ട് സൈഡിലും ചെയ്തിരിക്കണം എന്ന് മാത്രം. ഇനി നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക. അതായത് ഈ എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു നമ്പറിൻ്റെ കൂടെ 5ഉം കൂടെ കൂട്ടിയപ്പോൾ പ്ലസ് അല്ലേ, ഒരു നമ്പറിൻ്റെ കൂടെ 5ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 8 എന്ന് ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാ? അതായത് ഒരു നമ്പറിൻ്റെ കൂടെ 5ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 8 ആണ് കിട്ടുക. അപ്പോൾ ആ നമ്പർ ഏതാ? ആ നമ്പർ എക്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാലോ 3 ആണല്ലേ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ 3 ആണ്. കാരണം 3ൻ്റെ കൂടെ 5ഉം കൂടെ കൂട്ടിയാലേ 8 കിട്ടുള്ളൂ, വേറെ ഒരു നമ്പറിൻ്റെ കൂടെ കിട്ടൂല. ശരിയല്ലേ? ഇനി നിങ്ങൾ ഇതേപോലെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഒന്ന് പറയടാ. ഇതിൻ്റെ ആൻസറും കൂടെ ഒന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 20 ഈസ് ഈക്വൽ ടു 23. അതായത് ഒരു നമ്പറിൻ്റെ കൂടെ 20ഉം കൂടെ കൂട്ടിയാൽ 23 കിട്ടും. അല്ലെങ്കിൽ 20ൻ്റെ കൂടെ എന്ത് നമ്പർ കൂട്ടിയാലാണ് 23 കിട്ടുക? ആൻസർ എന്താ? 3 ആണ്. അഥവാ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താ? എക്സ് ഈസ് ഈക്വൽ ടു 3 കണ്ടില്ലേ? അതായത് രണ്ട് ഇക്വേഷനിലും ഒരേ വാല്യൂ ആണ് നമുക്ക് എന്തിൻ്റെ എക്സിന് കിട്ടുന്നത്. ഇതാണെന്ത് ലോജിക്കലി നമ്മളുടെ ഇക്വേഷൻ്റെ ബേസിക് റൂളുകൾ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ മാത്തമെറ്റിക്കലി സോൾവ് ചെയ്യാന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഹൗ ടു സോൾവ് ആൻ ഇക്വേഷൻ. സെയിം ഇക്വേഷൻ എടുക്കാം. നമുക്കറിയാം ഉത്തരം എന്താണ്? എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8ൻ്റെ ഉത്തരം 3 ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? മാത്തമെറ്റിക്കലി സോൾവ് ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യണം? എക്സിനെ ഒറ്റപ്പെടുത്തണം. നമുക്ക് എക്സിനെ എന്ത് ചെയ്യണം? ഒറ്റപ്പെടുത്തണം. എന്ന് വെച്ചാൽ എന്താ, ഇവിടുന്ന് ഈ 5നെ ഒഴിവാക്കണം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? ഈ 5നെ ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് +5 ആണ്. അപ്പം എക്സ് പ്ലസ് 5ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഒരു -5 ചെയ്താൽ മതിയല്ലോ. ഒരു -5 ചെയ്താൽ ഇതെന്തായിക്കോളും? ഇത് 0 ആയി മാറിക്കോളൂ അല്ലേ? അപ്പം എന്താണ്, ഇവിടെ മാത്രം നമുക്ക് -5 ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈഡിൽ 8 അല്ലേ ഇവിടെ ഉള്ളത്, അതിനെയും -5 വെച്ച് ചെയ്യണം. 8നെയും -5 വെച്ച് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതെന്ത് ചെയ്യും? എക്സ് പ്ലസ് 5 - 5 എന്നാണ് എക്സ് പ്ലസ് 0. ഇതെന്താ? 8 - 5 എന്നാൽ 3 ആണ്. അഥവാ എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ കിട്ടി. എക്സ് പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് എന്ത് ചെയ്തു? നമ്മൾ ആൻസർ കിട്ടി. ഇതാണ് സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യേണ്ട മെത്തേഡ്, എക്സിനെ ഒറ്റപ്പെടുത്തുക. ഓക്കെ. ഇനി നിങ്ങൾ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കുറേ അധികം സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ +5നെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിലും 5 സബ്ട്രാക്ട് ചെയ്തു, എന്നിട്ട് ഇത് എക്സ് പ്ലസ് 0 അങ്ങനെയൊക്കെ ചെയ്തില്ലേ. പക്ഷേ ഇതാണ് എന്ത് ചെയ്യുക, ഒറ്റ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഈക്വൽ ടുൻ്റെ സൈഡിൽ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് മൈനസ് ആവും, മറ്റേത് ഇങ്ങോട്ട് എന്താ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ല. ഇത് എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതോ? ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റെപ്പ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. അതായത് ഈ +5 ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 5നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അത് -5 ആക്കിയാൽ മതി. അതാ ഇവിടെ ചെയ്തത്. ഇതങ്ങ് പോയിക്കോട്ടെ, അതെന്താണ്, വെറും 0 ആണ്. ലോജിക്ക്. അപ്പം ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം, എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8 എന്നുള്ള ഇക്വേഷൻ, ഈ 5നെ നമുക്ക് ഒഴിവാക്കാൻ ഇത് +5 ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്താൽ മതി, -5 ആയാൽ മതി. അപ്പോൾ ഇവിടെ 5 ഇല്ല, അത് പോയി ഇപ്പുറത്തേക്ക്. അപ്പോൾ എന്ത് ചെയ്യണം, +5 ആയതുകൊണ്ട് 8ൽ നിന്നും -5 ആക്കണം. ഒറ്റയടിക്ക് നമുക്ക് എന്താ, ഒരു സ്റ്റെപ്പിൽ എക്സ് ഈസ് ഈക്വൽ ടു 8 - 5 3 എന്നുള്ള ആൻസർ കിട്ടും. ഇതാണെന്ത്, നിങ്ങൾ സൈനിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്ത് പ്ലസ് മൈനസ് ആണെന്ന്, മൈനസ് പ്ലസ് ആണ്, ഇൻറ്റു ഡിവിഷൻ ആണെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇത് എന്ത് തേങ്ങയാന്ന് വെച്ചാൽ ഈ പ്രോബ്ലമാണ്. ഇക്വേഷൻ്റെ ബേസിക് റൂളായിട്ടുള്ള ഒരു ഇക്വേഷൻ, ഒരു സമവാക്യത്തിൻ്റെ രണ്ട് സൈഡിലും ഒരേ നമ്പർ കൊണ്ട് കൂട്ടിയാലോ കുറച്ചാലോ ഗുണിച്ചാലോ ഹരിച്ചാലോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല, ഒന്നും മാറൂല എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് വെച്ചാണ് ഈ സാധനം വരുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏത് ചോദ്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ചോദ്യം എന്താണ്, എക്സ് -5 ഈസ് ഈക്വൽ ടു 7 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലാവും. ഏത് നമ്പറിൽ നിന്നും 5 കുറച്ചാലാണ് 7 നമുക്ക് കിട്ടുക, ഏത് നമ്പറിൽ നിന്നും 5 കുറച്ചാലാണ് 7 നമുക്ക് കിട്ടുക. ആൻസർ എന്താ, 12ൽ നിന്നാണ് അല്ലേ. 12 ആണ് നമ്മൾ ആൻസർ. എങ്ങനെ നമുക്കിവിടെ കിട്ടും നോക്കാം. ഒറ്റടിക്ക് നമ്മൾ ഫുൾ മെത്തേഡ് ചെയ്യണമെങ്കിൽ എന്താ, എക്സ് -5, ഈ -5നെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു +5ഉം കൂടെ കൊടുത്താൽ മതി. അപ്പം -5ഉം +5ഉം 0 ആയിക്കോളും. അപ്പോൾ ഇവിടെ മാത്രം +5 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, 7 + 5 കൊടുക്കണം. അപ്പോൾ എന്ത് വരും, ഇതെന്താ, ഇത് 0 ആയി കഴിഞ്ഞപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 7 + 5
12. നമ്മളെ നേരത്തെ ആൻസർ തന്നെയാണ്. അതേ സ്ഥാനത്ത് നമ്മൾ ക്യുക്കായിട്ട് ചെയ്യുമ്പോഴോ എന്താണ് എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 7 ആണെങ്കിൽ ഈ -5 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്ത് ചെയ്താൽ മതി, +5 ആയാൽ മതി. അപ്പോൾ ഇവിടെ ആരുമില്ല, ഈ -5 പോയി, എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് 7, ഈ -5 ഇങ്ങോട്ട് വരുമ്പോൾ +5 അഥവാ എക്സ് ഈസ് ഈക്വൽ ടു 12 എന്നുള്ള ആൻസർ. നമുക്ക് ഒരേ ആൻസറാണ്. ഇപ്പം നിങ്ങൾ സാറേ ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ, ഇത് ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും മെത്തേഡ് ഇത് തന്നെയാണ്. നോക്കിക്കോ, എന്താണ് 4x മൈനസ് 3 ഈസ് ഈക്വൽ ടു എന്താണ് 13. ഇതെങ്ങനെ ചെയ്യാ, ഇതെങ്ങനെ ചെയ്യാ? നിങ്ങളൊന്ന് സ്വന്തമായിട്ട് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പോസ് ചെയ്തിട്ട് ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്ക്. ആദ്യം എന്താണ്, നമുക്ക് എക്സ് ഒറ്റപ്പെടുത്തും. സാറേ എക്സ് ഒറ്റപ്പെടുത്തണം, എക്സിൻ്റെ കൂടെ ഒരു 4ഉം കൂടെ ഉണ്ട്. ഒറ്റയടിക്ക് ഒറ്റപ്പെടുത്തണ്ടടാ, മോശമല്ലേ? രണ്ടാൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഒറ്റപ്പെടുത്താം. അപ്പോൾ എന്താ, ആദ്യം നമുക്ക് ഈ -3 മാത്രം ഒഴിവാക്കാം. കാരണം 4x അല്ല അതിൻ്റെ കൂടെ അടുത്തുള്ള. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ 4x ഈസ് കഴിഞ്ഞിട്ട് ഈ -3 ഇങ്ങോട്ട് പോകുമ്പോൾ +3. അപ്പോൾ എന്താ, ഇവിടെ ഒന്നുമില്ല, ഈക്വൽ ടു 13 + 3 വരും. ഓക്കെ, അതായത് 4x ഈസ് ഈക്വൽ ടു 16 വരും. അപ്പോൾ എന്തായി, കുറച്ച് ഒറ്റപ്പെട്ടു. പക്ഷെ ഒരാൾ 4ഉം കൂടെ ഉണ്ട്. 4 എന്താണ്, എക്സിൻ്റെ കൂടെ എന്താ വന്നിട്ടുള്ളത്, മൾട്ടിപ്ലൈഡ് ആണ്. എക്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞിട്ട് ആഡ് ചെയ്താണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് പോകുമ്പോൾ ഡിവൈഡ്, സബ്ട്രാക്ട് ചെയ്തതാണെങ്കിൽ ഇപ്പുറത്തെ സ്ഥലത്ത് പോകുമ്പോൾ ആഡ് ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് പോകുമ്പോൾ എന്താ, ഡിവിഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ 4 നേരെ ഇതിൻ്റെ അടിയിൽ പോയി നിൽക്കും, 16 ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്താ, ഇവിടെ 4 പോയി, എക്സ് മാത്രമാണ്. എക്സ് ഈസ് ഈക്വൽ ടു 16/4 ആണ്. ഓർ എക്സ് ഈസ് ഈക്വൽ ടു 16 ഹരിക്കണം 4 എന്ന് പറഞ്ഞാൽ ആൻസർ 4 ആണ്. ഇതാണ് ഈ മെത്തേഡ് വെച്ച് ഏത് കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഏത് കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം വേഗം. ഇത് എക്സിന് പകരം n ആകുന്നതിനൊരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇപ്പോൾ ഇതെന്താ, വേഗം ചെയ്യും. 3n - 2 എന്നാകുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഈ 2 അങ്ങോട്ടേ പോകണം. അപ്പോൾ എന്ത് വരും, 3n ഈസ് ഈക്വൽ ടു 46 + 2 ആവും. ഈ -2 ഇങ്ങോട്ട് പോകുമ്പോൾ +2 ആവും. അപ്പോൾ എന്താ, 3n ഈസ് ഈക്വൽ ടു 48 ആവും. അടുത്ത സ്റ്റെപ്പ് എന്താടാ, ഈ 3 താഴോട്ടേക്ക് പോലെ മൾട്ടിപ്ലൈഡ് ആയതുകൊണ്ട് ഡിവിഷനിലേക്ക് പോകും, ഈക്വൽ ടു 48/3 വരും. അപ്പോൾ എന്താ, n ഈസ് ഈക്വൽ ടു 48/3 എന്ന് പറയുമ്പോൾ എന്താടാ, എന്നിട്ടിൽ 16 അല്ലേ, 16, 32, 48. n ഈസ് ഈക്വൽ ടു 16. വേഗത്തിൽ ആൻസർ കിട്ടും. ഇനി എല്ലാം കിട്ടും. ഇനി ഓരോ ചോദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത് പോകണം. 5m + 7 ഈസ് ഈക്വൽ ടു 17. എന്ത് വരുടാ, 5m + 7 ഈസ് ഈക്വൽ ടു 17 എന്ന് വരുമ്പോൾ ഈ +7 ഇങ്ങോട്ട് പോയിട്ട് -7 ആവും അല്ലേ. അപ്പോൾ എന്താ, 5m ഈസ് ഈക്വൽ ടു 17 - 7 ആണ്. സാറേ ഈ 7 ഇതിങ്ങോട്ട് പോയടാ, ഇതിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, 5m മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ, 5m ഈസ് ഈക്വൽ ടു 10 ഓർ m ഈസ് ഈക്വൽ ടു 10/5. ഇവിടെ ഞാൻ മാക്സിമം ഞാൻ ചെയ്യുന്ന ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി എന്താണ്, സിമ്പിളായിട്ട് ഈസിലി ഡിവൈഡ് ചെയ്തിട്ട് 10/5 10/5 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇങ്ങനെ 2 ആൻസർ കിട്ടുന്ന രീതിയിലാണ് എന്ത് ചെയ്യുക ഞാൻ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് 10/3 എന്നുള്ള ആൻസർ ആയിരിക്കും, പ്രശ്നമൊന്നുമില്ല, അതാണ് വാല്യൂ. ഓക്കെ റൈറ്റ്. ഇനി അടുത്തത് ഇവിടെ, അയ്യോ ഇവിടെ അഡിഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക്, ഇത് ഡിവിഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് ഡിവിഷനാണല്ലേ. അപ്പോൾ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ, ഇവിടെ 20p മാത്രം, വിച്ച് ഈസ് ഈക്വൽ ടു 40 × 3 ആവും. അപ്പോൾ എത്ര, 20p ഈസ് ഈക്വൽ ടു 120. 40 × 3 120. അപ്പോൾ ഇനി പീനെ ഒറ്റപ്പെടുത്തണം. ഈ 20 എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈയിൽ പോകണം. അപ്പോൾ എന്താ, p ഈസ് ഈക്വൽ ടു 120/20 വരും. 0 കിട്ടിയത് 12/2 എന്ന് പറഞ്ഞാൽ 6 ആണ് ആൻസർ അല്ലേ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പലത് സബ്ജക്ട്സിലും ഇതുപോലത്തെ വാല്യൂസ് വരാറുണ്ട്. ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കുമോ, ഇല്ല. ഒന്നും കൂടെ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തേടാ. ഇത് കുറേ കുട്ടികൾ തെറ്റിക്കും. ഇതൊരു ബേസിക് ഓൾജിബ്രയുടെ ഒരു പാർട്ടും കൂടെ വരുന്നുണ്ട്. അതായത് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തുണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രം ഒരു കൺഫ്യൂഷൻ. ഇത് കുറേ കുട്ടികൾ എന്താ ചെയ്യുക വെച്ചാൽ 2 × x + 4 ആകുമ്പം 2x + 4 ഈസ് ഈക്വൽ ടു 12 എന്ന് എഴുതും. അത് പക്ഷേ എന്താണ്, തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളിവിടെ ബ്രാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ്. അപ്പോൾ 2 × x + 4 ഈസ് ഈക്വൽ ടു 12 ആകുമ്പോൾ ആദ്യം 2 × x 2x + 2 × 4 8 വിച്ച് ഈസ് ഈക്വൽ ടു 12 എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. അപ്പോൾ എന്താണ്, ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇനി മുതൽ എഴുതാതിരുന്നാൽ മതി. ഒരു ചോദ്യം കൂടെ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ എന്താ, 2x + 8 ഈസ് ഈക്വൽ ടു 12 ആകുമ്പോൾ എന്താടാ, 2x ഈസ് ഈക്വൽ ടു 12 - 8 ആണ്. ഓർ 2x ഈസ് ഈക്വൽ ടു എന്ത് വരും, 4. എങ്ങനെയാണ് ഈ -8 വന്നത് മനസ്സിലായി, ഈ +8 ഇങ്ങോട്ട് പോയപ്പോൾ -8 ആയി. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 4 ആണ്. ഓർ x ഈസ് ഈക്വൽ ടു 4/2 അഥവാ
2 ആണ് ഒറ്റടിക്ക്. സാർ അങ്ങനെ പറ്റുമോ എന്നൊക്കെ ചില ആൾക്കാർ 4/2/2 ആണ്. ഈ 2 എന്ത് ചെയ്തു, ഡിവൈഡഡ് ബൈ ആയിട്ട് പോയി. കാരണം ഈ ബ്രാക്കറ്റ് ഓഫ് നോക്കണേ, ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റിനും എന്ത് ചെയ്യണം, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. ലാസ്റ്റ് ഇതും കൂടി ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. 3n - 5 = 21. അപ്പം എന്ത് വരും ഇവിടെ, 3n - ഇത് 3n - 5 എന്ന് എഴുതൂലല്ലോ അല്ലേ. 3 × n 3n, 3 × 5 15 ആണ്. പക്ഷേ ഇത് ഇവിടെ മൈനസ് ആയതുകൊണ്ട് ആ മൈനസ് തന്നെ കേട്ടോ ഇവിടെ ഇടുന്നത്. -3 × 5 15 which is equal to -21. ഇത് പണിപാടുമല്ലോ. അപ്പം എന്താ, 3n is equal to -21. ഈ -15 ഇങ്ങോട്ടേക്ക് പോയാൽ +15 ആയി. അപ്പം എന്താ 3n. ഇവിടെയാണ് ഞാൻ നിങ്ങൾ മുന്നേ പഠിച്ചതൊക്കെ വേണമെന്നുള്ളത്. -21 + 15 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈനാണ്. വലുതെന്ന് ചെറുത് കുറക്കുന്നു, 6 ആണ് വരിക. ആ വലുതിൻ്റെ സൈൻ ഇടുന്നു -6. അപ്പോൾ n is equal to -6/3. അവിടെ നമ്മളെന്താ പറഞ്ഞത്, ആദ്യം 6/3 ചെയ്യുന്നു 2, പിന്നെ 1 മൈനസും 1 പ്ലസും ആണ്. അപ്പോൾ നമ്മളെ ആൻസർ -2 ആയിരിക്കും. n is equal to -2. n എന്ത് ചെയ്യാം, -2 എന്നുള്ള വാല്യൂ കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതാണ്, ഇതിന് എങ്ങനെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇതാ ഇവിടെ ചെറിയൊരു പ്രശ്നം. ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തേടാ, സ്വന്തമായിട്ടൊന്ന് ചെയ്തേ. 4 is equal to 5 × p - 2. 4 is equal to 5 × p - 2. സാർ ഇത് ഒറ്റപ്പെടുത്തണമെങ്കിൽ അപ്പുറത്തെ സൈഡാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ, സാർ അപ്പുറത്തെ സൈഡിലുള്ളതെന്നൊരു തോന്നലുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്കിത് ഉൾട്ടയാക്കാം. എന്ത്, 5 × p - 2 is equal to 4. അതായത് ഒരു ഇക്വേഷൻ എന്താണ്, അപ്പുറത്ത് രണ്ടും തുല്യല്ലടാ. 4 is equal to ഇതാണെന്നാണ് ഈ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് is equal to 4 ആണെന്ന് നമുക്ക് പറയാലോ. അത് നേരത്തെ വേ ബാലൻസിൻ്റെ കേസിൽ എന്താണ്, ഇവിടെ 5 കിലോ ഉണ്ട്, ഇവിടെ 5 കിലോ പഞ്ചസാര തൂക്കി. അടുത്തതിൽ എന്താ, ഈ പഞ്ചസാര ഇവിടെയും ഈ 5 കിലോ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ, വേ ബാലൻസിന് ഒന്നും പറ്റില്ല. ഒരുമിച്ച് എടുക്കണമെന്ന് മാത്രമല്ലേ, ഒരുമിച്ച് എടുക്കുക ഒരുമിച്ച് വെക്കുക മാത്രം ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നതിന് എന്തില്ല, നിങ്ങൾക്ക് പ്രശ്നമില്ല. ചില കുട്ടികൾക്ക് ചില പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അങ്ങനെ വരും. പക്ഷെ അതിൻ്റെ ബേസിക് റൂൾ എന്താണ്, ഇത് ഇക്വേഷൻ രണ്ട് സൈഡ് ഈക്വൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിന് കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് വേഗം ചെയ്യാമല്ലോ. ഇതെന്ത് വരും, 5 × p 5p ആണ്, -5 × 2 10 ആണ്, which is equal to 14 വരും അല്ലേ. ഇങ്ങനത്തെ ഉത്തരം സാധാരണ കിട്ടാറില്ലല്ലോ. 5p is equal to ഈ -10 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെയുള്ള 14 + 10 ആവും. ഓർ 5p is equal to 24 വരും. ഓർ p is equal to 24/5 അഥവാ 24/5 തന്നെ, വേറൊന്നും ആൻസർ ഇല്ല. അപ്പോൾ പിയുടെ വാല്യൂ എന്താണ്, 24/5 ആണ്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ കുറേ പ്രോബ്ലം ഞാൻ തരുന്നുണ്ട്, അതെന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കണം. ഇത് വെച്ചിട്ടുള്ള വേർഡ് പ്രോബ്ലം, അതാണ് പല കുട്ടികൾ സാറേ എനിക്ക് സോൾവ് ചെയ്യാനൊക്കെ അറിയാം, പക്ഷേ ഇക്വേഷൻ ഉണ്ടാക്കാനറിയാം. തന്നിരിക്കുന്ന വാല്യൂസ് കാണ്ടിട്ട് ഉപയോഗിച്ച് ചിലപ്പോൾ നിങ്ങളോടൊക്കെ തന്നെ പലപ്പോഴും ഇങ്ങനെ കുസൃതി ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട് ഇതുപോലത്തെ. ഓക്കെ, ഈ ചോദ്യം നിങ്ങളെ +1 അല്ലെ 10ാം ക്ലാസ്സിലും വേറെ സബ്ജക്റ്റിലേക്ക് പലതിനെയും നമുക്ക് അൺനോൺ ആയിട്ടുള്ള സാധനത്തിന് എക്സ് ഇടേണ്ടി വരും. എന്നിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ആ ഇതിൽ ഇപ്പം പിന്നെ +1 പിന്നെ നിങ്ങൾ 9 പഠിച്ച മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഓക്കെ, ആ ഇതിലൊക്കെ എന്താണ് ഫുൾ എക്സ് കണ്ടുപിടിക്കലാണ് ബേസിക്കലി. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്നും ഒരു ഇക്വേഷൻ തന്നാൽ നിങ്ങളിപ്പോൾ സോൾവ് ചെയ്യും. പക്ഷെ ചോദ്യത്തിൽ നിന്നും ഇക്വേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടും കൂടെ എന്തുണ്ട് ഇതിൽ വരുന്നുണ്ട്. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം അത്രയ്ക്കും ഡെപ്തിലായത് പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. പിന്നെ ഞാനിത് എൻ്റെ സോഴ്സ് ഒരു ഇംഗ്ലീഷ് മീഡിയം ബുക്കായിരുന്നു, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ ഞാൻ എന്ത് ചെയ്തു തരാം, ഞാനിത് പറഞ്ഞു തരാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാം. ഓക്കെ, the teacher tells the class that the highest mark obtained by a student in her class is twice the lowest mark +7. അതായത് ഒരു ടീച്ചർ ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ചോദിക്കില്ല, ടീച്ചർ എത്ര മാർക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ടീച്ചർ സാറേ നോക്കുന്നതിൽ ഞാൻ വരാടാ, ക്ലാസ്സിൽ വരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ ജാടിടും അല്ലേ. ഈ ടീച്ചർ ജാടിടുക മാത്രമല്ല വേറൊരു കാര്യം കൂടി, ആ ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന മാർക്ക് ഹയസ്റ്റ് മാർക്ക് കിട്ടിയ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ എന്താണ് ലോവസ്റ്റ് ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്കിൻ്റെ ഡബിളാണ്, ട്വൈസ് ആണ് എന്ന് മാത്രം, ട്വൈസിൻ്റെ കൂടെ 7 കൂടെ ആഡ് ചെയ്ത മാർക്കാണ് ഹയസ്റ്റ് എന്നും കൂടെ കണ്ടു പറഞ്ഞു. വെറുതെ സമയങ്ങൾ അതായത് എന്താണ്, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്കിൻ്റെ ഇരട്ടീൻ്റെ കൂടെ 7 കൂടെ ആഡ് ചെയ്താലുള്ള മാർക്കാന്ന് പറഞ്ഞു. അപ്പം എത്ര വരിക, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ മാർക്ക് കണ്ടുപിടിക്കാനാവോ? ഇല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ നോക്കണം. എന്താണ്, ആ ഹയസ്റ്റ് മാർക്ക് 87 കൂടെ പറഞ്ഞു.
ആ ഹയസ്റ്റ് മാർക്ക് 87 കൂടെ പറഞ്ഞു. അതായത് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഹയസ്റ്റ് മാർക്ക് കിട്ടിയ കുട്ടിക്ക് 87 മാർക്കേ ഉള്ളൂ എന്ന് മാത്രമല്ല ആ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്കിൻ്റെ ഡബിളിൻ്റെ കൂടെ 7 കൂടെ കൂട്ടിയപ്പോൾ കിട്ടിയ മാർക്കാണ്. എന്നിട്ട് ടീച്ചർ അവിടെ അവസാനിച്ചിട്ടില്ല, ലോവസ്റ്റ് സ്കോർ കണ്ടുപിടിക്കാനും പറഞ്ഞു. ഇവിടെ സ്വാഭാവികമായിട്ട് ചില കുട്ടികൾ നിങ്ങൾ ഏതാടാ എക്സ് എടുക്കുക, അൺനോൺ ആയിട്ട് ഏതെടുക്കുക. ചില ആൾക്കാർ സർ നമുക്ക് എക്സ് ഹയസ്റ്റ് മാർക്ക് എടുത്താലോ എന്ന് ചോദിക്കും. ഒറ്റൊന്നും കൊടുക്കണ്ട, കാരണം ഹയസ്റ്റ് മാർക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണ്ട, അതിന് കണ്ടുപിടിക്കണ്ട. പക്ഷേ എന്താ കണ്ടുപിടിക്കണ്ടേ? അപ്പം എന്താ എടുക്കുക എക്സ്? അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടത് എന്താ നോക്കിയാൽ മതി. കണ്ടുപിടിക്കേണ്ടത് എന്താ? ലോവസ്റ്റ് മാർക്കാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് എക്സ് ആക്കി എടുത്തൂടെ? ഓക്കെ, ലോവസ്റ്റ് മാർക്ക് എക്സ് ആക്കി എടുത്തല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തൊന്ന് ആലോചിക്കുക എന്തുകൊണ്ടാണ് ലോവസ്റ്റ് മാർക്ക് എക്സ് എടുത്തത്. ഓക്കെ, അപ്പം ആ എക്സ് നമ്മൾ ലോവസ്റ്റ് മാർക്കായിട്ട് എടുത്തു. ആ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? അതെന്ത് ചെയ്യണം? നമ്മൾ ഈ തന്ന കണ്ടീഷൻ ഇക്വേഷനിൽ ഇട്ടാൽ മതി. എന്താ നമ്മളോട് പറഞ്ഞത്? അതായത് ഈ ലോവസ്റ്റ് മാർക്കിൻ്റെ ഡബിൾ അതെന്താ 2x അല്ലേ? അതിൻ്റെ കൂടെ എന്താണ് 7 കൂടെ കൂട്ടിയാൽ 7 കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടുമെന്നാണ് നമ്മളോട് പറഞ്ഞത്? ഹയസ്റ്റ് മാർക്ക് കിട്ടും അല്ലേ? ഹയസ്റ്റ് മാർക്ക് എത്രയാണോ? 87. അതായത് 87 അല്ലേ? ലോവസ്റ്റ് മാർക്കിൻ്റെ ഡബിളിൻ്റെ കൂടെ 7 കൂടെ കൂട്ടിയാൽ എന്താണ് 87? അതിൻ്റെ ആൻസർ എന്താ? ഈക്വൽ ടു 87. നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി മക്കളെ, ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി അങ്ങോട്ട് സോൾവ് ചെയ്താൽ മതി. ആ ലോജിക്കാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടി. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോൾവ് ചെയ്യുന്നതിനേക്കാളും സോൾവ് ചെയ്യാൻ ബുദ്ധിയൊന്നുമില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. പക്ഷേ ഇവിടെ എന്തുണ്ട്? നമ്മൾ തിങ്ക് ചെയ്യണം, എന്നിട്ട് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും അത് സെറ്റാക്കണം. ഓക്കെ, റൈറ്റ്. അപ്പോൾ എന്താണ് ഇത് കഴിഞ്ഞു. ഇനി എന്താ സോൾവ് ചെയ്താൽ മതി? എന്ത് ചെയ്യും? 2x + 7 എന്താവും? അങ്ങോട്ടേക്ക് പോകുമ്പോൾ 87 - 7 ആവും. ഓർ 2x = 87 - 7 എന്ന് പറഞ്ഞാൽ 80 ആണ്. ഓർ x = എന്താണ്? ഈ 2 ഇങ്ങോട്ട് പോയാൽ 80/2 ആണ്. അഥവാ x = 40 എന്നുള്ള ആൻസർ കിട്ടും. x = 40 ആണോ? ആണെന്തോ ഈ സ്റ്റെപ്പ് ഇതൊരിക്കലും നിങ്ങൾ, അതായത് നമ്മുടെ ചില കുട്ടികളുടെ പ്രശ്നം എല്ലാ കാര്യം ബൈഹാർട്ട് പഠിച്ച് ചിന്തിക്കാനുള്ളൊരു ചിന്താശേഷി ചിന്തിക്കാൻ അറിയില്ല എന്നൊക്കെ പറയും. ചിന്താശേഷി നഷ്ടപ്പെടില്ല, ചിന്തിക്കാൻ അറിയാത്ത അവസ്ഥ വരുന്നുണ്ട്. അതെന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇനി ഓരോ ചോദ്യവും നിങ്ങൾ ആദ്യം ഇക്വേഷൻ ഉണ്ടാക്കണം. ഓക്കെ, മോനെ മോൻ്റെ കഥ, അച്ഛൻ്റെയും മോളെ. അതായത് ലക്ഷ്മീസ് ഫാദർ ഈസ് 49 years old. അതായത് ലക്ഷ്മിയുടെ അച്ഛൻ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 49 വയസ്സുണ്ട്. നിങ്ങൾ അച്ഛൻ്റെ ഒക്കെ ഒരു പ്രായം തന്നെയായിരിക്കും തോന്നുന്നു അല്ലേ? 49 നിങ്ങൾക്കൊരു 15, 16, 17 ഒക്കെ കൂട്ടുമ്പോൾ 30 വയസ്സിൽ നിങ്ങൾക്ക് നിങ്ങൾ മൂത്ത കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെ പ്രായം ഏകദേശം അതായിരിക്കും അല്ലേ? ഓക്കെ, റൈറ്റ്. ഹി ഈസ് 4 years older than 3 times ലക്ഷ്മീസ് ഏജ്. ലക്ഷ്മീസ് ഏജ് അതായത് 49 വയസ്സാണെന്ന് മാത്രമല്ല, മൂപ്പരെന്താണ്? ലക്ഷ്മിയുടെ വയസ്സിനെ 3 ഇരട്ടിയുടെക്കാളും 4 വയസ്സ് കൂടുതലാണ്. ലക്ഷ്മിയുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയേക്കാളും, ഇതുകൊണ്ടാണ് ഞാൻ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ വയസ്സിൻ്റെ 3 ഇരട്ടിയേക്കാളും 4 വയസ്സ് കൂടുതലാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലക്ഷ്മീസ് ഏജ്? അങ്ങനെയാണെങ്കിൽ ലക്ഷ്മിയുടെ വയസ്സ് എത്ര? ഇവിടെ നിങ്ങൾ അച്ഛൻ്റെ വയസ്സിൻ്റെ നോക്കൂടാ, അച്ഛൻ്റെ വയസ്സ് നോക്കുമോ നിങ്ങൾ? ഇല്ലല്ലേ? കാരണം എന്താ? അച്ഛൻ്റെ വയസ്സ് ഓൾറെഡി തന്നിട്ട് 49. അപ്പോൾ എങ്ങനെ? നിങ്ങളൊന്ന് ഇക്വേഷൻ ഉണ്ടാക്കി നോക്ക്. ഏതാ അൺനോണ്? പിന്നെ ലക്ഷ്മിയുടെ വയസ്സേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ലക്ഷ്മിയുടെ വയസ്സ് നമ്മൾ എക്സ് എടുക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞത്? ലക്ഷ്മിയുടെ വയസ്സിൻ്റെ 3 ഇരട്ടീൻ്റെ കൂടെ 4 വർഷം കൂടെ കൂടിയാൽ അച്ഛൻ്റെ വയസ്സ്. അപ്പം ലക്ഷ്മിയുടെ വയസ്സ് എക്സ് ആണ്, അതിൻ്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3x ആണ്, അതിൻ്റെ കൂടെ 4 വർഷം കൂടെ കൂടുക എന്ന് പറഞ്ഞാൽ +4 ആണ്. അത് ഈക്വൽ ടു എന്താണ്? ലക്ഷ്മീൻ്റെ അച്ഛൻ്റെ വയസ്സായ 49 ആണ്. ഇക്വേഷനായി. ഇനി വേഗം സോൾവ് ചെയ്തോ. നിങ്ങൾക്ക് കിട്ടിയ ഇക്വേഷൻ ഇത് തന്നെയാടാ. വേഗം സോൾവ് ചെയ്യും. എന്താ? 3x + 4 എന്തായി മാറും? അങ്ങോട്ട് പോയാൽ 49 - 4 ആയി മാറും. അപ്പോൾ 3x = 45 ആവും. അഥവാ x = 45/3 ഓർ x = 15. x = 15 എന്നുള്ള ആൻസർ കിട്ടും. കണ്ടോ? ഇപ്പോൾ ഏകദേശം കറക്റ്റ് അല്ലേ? നിങ്ങൾ അച്ഛൻ്റെ പ്രായമൊക്കെ തന്നെയാണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു വയസ്സിൻ്റെ റേഞ്ചിൻ്റെ ലക്ഷ്മി. ഇവിടെ എന്താണ്? ഇവിടെ നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യത്തിൻ്റെയൊക്കെ കേസിൽ നിങ്ങളൊന്നും അതിൻ്റെ ഒരു യുക്തിയും കൂടെ നോക്കണം. ഇത് കറക്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കിട്ടുകയാണ് എന്ത്? ലക്ഷ്മിയുടെ വയസ്സ് 85 ചെയ്യുമ്പോൾ തെറ്റിപ്പോയി. ഈ എന്താ പറയുക, ഈ 3 ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ എന്താ 135 കിട്ടുക. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എവിടെയോ പാളിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാണ് കേട്ടോ. എന്താ അച്ഛൻ്റെ വയസ്സ് 49 മോളെ വയസ്സ് 139 അല്ലെ 132 കിട്ടൂല എന്നുള്ള എന്ത് ചെയ്യണം? ആ ബുദ്ധി നിങ്ങൾക്ക് തോന്നണം. ഇനി ഇതുപോലെ ചോദ്യം ഉണ്ടോ? ഇത് നല്ല ചോദ്യം, നിങ്ങളും ചെയ്ത് നോക്കി. ഇതോടെ കഴിഞ്ഞോ? യെസ്, ഇനി നിങ്ങൾക്ക് വർക്കാവുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നല്ല ചോദ്യം, നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കണേ. എന്താ പറഞ്ഞത്? ഇഫ് യു സബ്ട്രാക്ട്, അല്ലെ മലയാളം ഈ ഇംഗ്ലീഷ് കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്തുതരാം, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇഫ് യു സബ്ട്രാക്ട് 12 ഫ്രം എ നമ്പർ ആൻഡ് മൾട്ടിപ്ലൈ ദ റിസൾട്ട് ബൈ 1/2 യു ഗെറ്റ് 1/8. വാട്ട് ഈസ് എ നമ്പർ? അതായത് പറഞ്ഞിരിക്കുന്നത് ഒരു നമ്പറിൽ നിന്നും നമ്മൾ ആദ്യം 1/2 ഹാഫ് കുറച്ചു, എന്നിട്ട് അതിനെ വീണ്ടും ആ കിട്ടിയ റിസൾട്ടിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1/8 ആണ് കിട്ടുക എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏത്? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആ നമ്പർ തന്നെയാണ് എക്സ് എടുക്കേണ്ടത് അല്ലേ? അപ്പം നമ്മൾ ആദ്യം എക്സ് എടുക്കുന്നു, പിന്നെയോ ആദ്യം എന്താ ചെയ്തത്? എക്സിൽ നിന്നും 1/2 സബ്ട്രാക്ട് ചെയ്തു. എക്സിൽ നിന്നും 1/2 സബ്ട്രാക്ട് ചെയ്തു. എന്നിട്ടോ കലിപ്പ് തീർന്നു? ഇല്ല. എന്നിട്ട് ആ റിസൾട്ടിനെയാണ് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്താ, ഇവിടെ വെറും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, ഇതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യണം? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു 1/8. ആ കിട്ടുന്ന സാധനം 1/8. ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഇത് കാണുമ്പോൾ ബേജാറാവും, ടെൻഷനാവും. പക്ഷെ എന്തല്ല, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അത് സോൾവ് ചെയ്യാം. എങ്ങനെയാണ്? അതായത് നിങ്ങൾ ഇവിടെ എന്താ എക്സിനെ ഒറ്റപ്പെടുത്തുമ്പോൾ ആദ്യം നമുക്ക് എന്ത്, ഈ പുറത്തുള്ള ആൾ ഒഴിവാക്കണം അല്ലേ? അത് ഇൻറ്റു 1/2. അപ്പോൾ ഇതെന്താണ്? ഡിവൈഡഡ് ബൈ 1/2 ആക്കണം അല്ലേ? അപ്പം എക്സ് മൈനസ് 1/2 ഈസ് ഈക്വൽ ടു എന്താ? ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇത് ഇൻറ്റു 1/2 ആണെങ്കിൽ ഇത് മൊത്തത്തിൽ ഹോൾ ഡിവൈഡഡ് ബൈ ആണല്ലേ? അപ്പം ഇത് നേരെ ഇവിടെ പോയാൽ മതി. ഓക്കെ, ഇനി അത് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ ഇൻറ്റു 1/2 അല്ല. അപ്പം നമ്മൾ എന്താ 1/8 ഡിവൈഡഡ് ബൈ 1/2 വരും അല്ലേ? ഇത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഫ്രാക്ഷൻ ഭിന്നസംഖ്യയിൽ പഠിച്ചിട്ടുണ്ട്. എന്താ അതാവുക? എക്സ് മൈനസ് 1/2 ഈസ് ഈക്വൽ ടു 1/8 ഇൻറ്റു 1/2 എന്തായി മാറും? 2/1 ആവും അല്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. 2/8 നമുക്കുള്ള ഇത് വരിക. അപ്പം എന്താ? എക്സ് മൈനസ് 1/2 ഈസ് ഈക്വൽ ടു 2/8 കിട്ടും. 2/8 എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 ഇതും കെട്ടി 1/4 ആവും അല്ലേ? അതായത് എന്താ വന്നത്? എക്സ് മൈനസ് 1/2 ഈസ് ഈക്വൽ ടു 1/4 കിട്ടും. അങ്ങനെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ബാക്കിയൊക്കെ പഠിച്ചിട്ട് ഏതും സോൾവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉത്തമ ഉദാഹരണം ഇത്. അപ്പോൾ എന്താ? എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ മൈനസ് 1/2 പെർ പ്ലസ് 1/2 ആവും അല്ലേ? അപ്പോൾ 1/4 പ്ലസ് 1/2 ആവും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്താ? ഇവിടെ LCM എടുക്കുക, ഇൻറ്റു 2 ചെയ്താൽ മതി അല്ലേ ഇത്? അപ്പോൾ എന്താ? 1 പ്ലസ് ഇത് ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 4 ഓർ എക്സ് ഈസ് ഈക്വൽ ടു 3/4. ചില കുട്ടികൾ സാർ ഇതെങ്ങനെ 3/4 വന്നതെന്ന് പ്രശ്നം വരും. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? ഒന്നും കൂടെ ഇതൊന്ന് സെറ്റാക്കണം. അത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫ്രാക്ഷൻ നിങ്ങൾ വൃത്തിയിൽ പഠിച്ചിട്ടുള്ള ഇത് റെഡിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതായത് ഇത് ഓരോന്നും എന്താ ഒരു സൈക്കിൾ ഓടിക്കുന്ന പോലെ അല്ല, ഡ്രൈവിംഗ് പഠിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ നമുക്ക്. അതായത് സ്റ്റിയറിംഗ് കൺട്രോൾ ആയിരിക്കും ചിലപ്പോൾ ആദ്യം പഠിക്കുക. അത് പഠിക്കാതെ നിങ്ങൾ ഗിയർ മാറ്റുന്നതും ക്ലച്ചും മറ്റേ സാധനവും ടേൺ ചെയ്യുന്നതൊക്കെ പഠിക്കാൻ നിന്നാൽ എന്തായാലും വണ്ടി തട്ടൂലേ? അപ്പം ഓരോന്നും ക്ലിയർ ആയിട്ട് പഠിക്കണം എന്നാണ്. ആ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് ചോദ്യങ്ങൾ. ഇതാണ് ചോദ്യം. വേഗം പോസ് ചെയ്തിട്ട് ചെയ്തോ. നിങ്ങൾക്കുള്ള ആൻസർ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഇതാണ് നിങ്ങളുടെ ആൻസർ വരിക. നോക്കണം എത്ര ശരിയായി എന്നുള്ളത്. 89ാമത്തെ സ്ലൈഡായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, റെഡി. സോ ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. ശരി.